കുറഞ്ഞ വിലയിൽ ഒരു ഓട്ടോമാറ്റിക് ഐറ്റം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വാഹനം തന്നെ കേട്ടത്. ഇതൊരു ലേഡീസ് യൂസിനൊക്കെ പറ്റിയൊരു വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 92,000 കിലോമീറ്ററാണ്. 2011-12 രജിസ്റ്റർ വരുന്നൊരു വാഹനമാണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നല്ല വൃത്തി തന്നെ വരുന്നത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കേട്ടോ. ഇതൊരു ലേഡീസ് യൂസിനൊക്കെ പറ്റിയൊരു വാഹനം തന്നെ കേട്ടോ. നമ്മൾ കയറ്റത്തൊക്കെ നിർത്തിയാൽ ചെറിയൊരു ഹിൽ ഹോൾഡൊക്കെ വരുന്നുണ്ട്. നമ്മൾ AMT സാധാ ഗിയർ ബോക്സും വരില്ല, ചെറിയൊരു ഹിൽ ഹോൾഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷൻ തന്നെ വരുന്നത്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രിഡ്ജിസ്റ്റോണിൻ്റെ 4 കടവുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. 92,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് 2,37,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. ഇത് കാപ്പ എഞ്ചിനാണ് വരുന്നത്. അതേപോലെ ബ്രിഡ്ജിസ്റ്റോണിൻ്റെ 4 പുത്തൻ ടയർ ഭാഗം തന്നെ വരുന്നത് കേട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ബോഡി കാര്യങ്ങൾ തന്നെ ഉള്ളത്. അത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈഫർ വരുന്നുണ്ട്. സ്പോർട്സ് വേരിയൻ്റാണ് വരുന്നത് കേട്ടോ. അതേപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. സെൻസർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ചെറിയ 1-2 സ്ക്രാച്ച് ഈ ഒരു സൈഡ് ഭാഗത്തുണ്ട്. മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല. ഈ ഒരു ഭാഗത്തും ഈ ഒരു സൈഡ് ഭാഗത്ത് ചെറിയ 2 സ്ക്രാച്ചസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക കണ്ടീഷനിൽ വരുന്ന സീറ്റ് കവറാണ്. അതേപോലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല കേട്ടോ. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ 4 പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ. സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇൻറ്റീരിയർ ഭാഗത്ത് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. റൂഫും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ അപ്രോണിൻ്റെ സൈഡാണ് ഈ കാണിക്കുന്നത്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേപോലെ മെക്കാനിക്കൽ പരമായിട്ടൊക്കെ പക്ക കണ്ടീഷൻ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2011-12 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.